The relationship between Malayalis and English spellings is really complicated. പക്ഷേ നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ചില വാക്കുകളുടെ സ്പെല്ലിങ്സ് നേറ്റീവ് സ്പീക്കേഴ്സ് പോലും തെറ്റിക്കാറുണ്ട്. അത്രയ്ക്ക് കൺഫ്യൂസിംഗ് ആണ് ചില വേർഡ് സ്പെല്ലിങ്സ്. പക്ഷേ IELTS പോലെയുള്ള ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എക്സാമുകൾക്ക് സ്പെല്ലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സ്പെല്ലിംഗ് മിസ്റ്റേക്കും നിങ്ങളുടെ സ്കോറിനെ അഫക്റ്റ് ചെയ്യും. സോ നമ്മുടെ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്ന സ്പെല്ലിങ്സ് ഒന്ന് നോക്കിയാലോ? ആദ്യം ഡബിൾ കോൺസണൻസ് വരുന്ന ചില വാക്കുകൾ നോക്കാം. I will say the word, you decide the spelling. Parallel. Is it 2 L's or 1 L? 2 L's. Next one, narrow. Which one is it? ഇതാണോ അതാണോ? Yes, രണ്ടാറുണ്ട്. Let's look at another word, questionnaire. Spelling ഒന്ന് ഗസ് ചെയ്യുന്നു? Yes, this is the spelling. Some other words, collection, affordable, business. ഈ വാക്കുകളിലൊക്കെ 2 കോൺസണന്റ് സൗണ്ട്സ് ഒരുമിച്ച് വരുന്നതായിട്ട് കാണാം. ഇനി വേറെ കുറച്ച് വാക്കുകൾ നോക്കുകയാണെങ്കിൽ ഗസ് ചെയ്ത് തുടങ്ങിക്കോ. കോളം, ഓട്ടം, വിസിൽ, ഡെറ്റ്, നോളജബിൾ. ഈ വാക്കുകളിലൊക്കെ ശ്രദ്ധിച്ചോ, ഒരു സൈലന്റ് ലെറ്റർ എല്ലാത്തിലും ഉണ്ട്. ഇനി നമ്മളെ ലിസണിംഗ് ടെസ്റ്റുകളിലൊക്കെ കുഴപ്പിക്കുന്ന ഹോമോഫോൺസ്, അതായത് കേട്ടാൽ ഒരുപോലെ ഇരിക്കുന്ന സ്പെല്ലിംഗ് ഡിഫറൻസ് ഉള്ള വാക്കുകൾ. സ്റ്റീൽ, സ്റ്റീൽ, സോസ്, സോസ്, കോറൽ, കോറൽ, പീസ്, പീസ്, ബാൻഡ്, ബാൻഡ്, വെതർ, വെതർ. കണ്ടോ, സോ കൺഫ്യൂസിങ്. IELTS ലിസ്ണിംഗ് ടെസ്റ്റുകളിലൊക്കെ പല സ്റ്റുഡൻസിനും സ്കോർ കുറയാൻ കാരണം ഈ സ്പെല്ലിംഗ് കൺഫ്യൂഷൻസ് ആണ്. ഓരോ സ്പെല്ലിംഗ് മിസ്റ്റേക്കും നിങ്ങളുടെ സ്കോറിനെ അഫക്റ്റ് ചെയ്യും. സോ ഇങ്ങനെ രസകരമായ IELTS പഠിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറക്കണ്ട, നമ്മുടെ എൻട്രിയിൽ എഡ്യൂഫെസ്റ്റ് നടക്കുവാണ്. ഈ സമയത്ത് നിങ്ങൾ ഏത് കോഴ്സ് പർച്ചേസ് ചെയ്താലും അടിപൊളി ഓഫേഴ്സ് ആയിരിക്കും. IELTS പഠിക്കാൻ ഇതിനും നല്ലൊരു ചാൻസ് നിങ്ങൾക്കിനി കിട്ടില്ല. അപ്പൊ പെട്ടെന്ന് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ക്ലിക്ക് ചെയ്തോ. അതുപോലെ ഇഫ് യു നീഡ് എ പാർട്ട് 2 ഓഫ് ദിസ് വീഡിയോ, കമന്റ് പാർട്ട് 2.